സേവനാലയം വളവിലെ കൊടും വളവിൽ സ്വകാര്യ വാഹനം അപകടത്തിൽപ്പെട്ടു. ആളപായമില്ല. പാമ്പനാട്ടിൽ സേവനാലയം വളവിന് സമീപം കൊടും വളവിൽ സ്വകാര്യ വാഹനം അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം നഷ്ടമായ വാഹനം റോഡ് സൈഡിലെ സിഗ്നൽ പോസ്റ്റ് ഇടിച്ചു തെറിപ്പിച്ച് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. ഇതുമൂലം പാമ്പനാർ പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു. KL 33 രജിസ്ട്രേഷൻ ഇനോവ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ 2 പേരാണ് യാത്ര ചെയ്തിരുന്നത്. അപകടത്തിൽ കാര്യമായ പരിക്കുകളേൽക്കാതെ ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ 200 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വാഹനം മറിയുമായിരുന്നു. യാത്രികർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ പ്രദേശങ്ങളിൽ നിരന്തരം അപകടം നടക്കാറുള്ള വളവാണ്. എന്നാൽ ഡ്രൈവർമാർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകുന്ന ദിശാബോർഡുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലോ സ്ഥാപിച്ചിട്ടുള്ള ദിശാബോർഡുകൾ പരിപാലിക്കുന്ന കാര്യത്തിലോ ദേശീയപാത അതോറിറ്റിക്ക് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും നാട്ടുകാരുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. ചിദംബരം വളവിനും സേവനാലയം ജംഗ്ഷനിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുംവളവിൽ പകൽ സമയത്ത് പോലും എതിർദിശയിൽ വരുന്ന വാഹനത്തെ പലപ്പോഴും കാണാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആയതിനാൽ തന്നെ വാഹന ഡ്രൈവർമാർക്ക് വലിയ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് ദിശാബോർഡുകൾ സ്ഥാപിക്കാത്തതിനും ആവശ്യമായ പരിപാലനം നടത്താത്തതും കൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ വാഹനമോടിക്കുന്ന ഡ്രൈവർമാരും വലിയ ദുരിതത്തിലാണ്. ദേശീയപാതയുടെ കുമളി മുതൽ മുണ്ടക്കയം വരെയുള്ള ഭാഗം ഹൈറേഞ്ചിൻ്റെ വളവുകളും കൊടും വളവുകളും നിറഞ്ഞ പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ ദിശാബോർഡുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും അവ പരിപാലിക്കുന്ന കാര്യത്തിലും ദേശീയപാത അതോറിറ്റിക്ക് വലിയ വീഴ്ചയാണ് ഉണ്ടാകുന്നത് എന്ന് ഇതിനു മുമ്പും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ന്യൂസ് ബ്യൂറോ പീരുമേട് ലൈവ്.